ജോർജ് ഉൾപ്പാറ വളരെ രസകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനകൾ അവരുടെ രാഷ്ട്രീയ നിലപാടും CPM-ന് അനുകൂലമാണ് എന്ന മട്ടിലുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, തുടർച്ചയായ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒടുവിൽ പുകഴ്ത്തി അയ്യപ്പ ഭക്തനാണ് എന്ന പുകഴ്ത്തൽ വരെ എത്തിയിട്ടുണ്ട്. മറുഭാഗത്ത് NSSന്റെ ജനറൽ സെക്രട്ടറി നാളിതുവരെ നമ്മൾ കാണാത്ത രീതിയിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് കാണുന്നത്. അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസിൻ്റേത് ഒരു വോട്ട് രാഷ്ട്രീയമാണ്. കോൺഗ്രസും BJPയും നാമജപ ഘോഷയാത്രയിൽ നിന്ന് വിട്ടുനിന്നു. ആചാരങ്ങൾ നിലനിർത്തുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ്, അതിൽ വിശ്വാസമുണ്ട് എന്നൊക്കെയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ NSS ഇടത്തോട്ടടുക്കുകയാണോ, അത് കോൺഗ്രസിനും BJPക്കും രാഷ്ട്രീയമായൊരു വെല്ലുവിളിയായി മാറുകയാണോ? ജോർജ് പുളിപ്പാറ, സാഹചര്യം എങ്ങനെയാണ് ഉരുത്തിരിയുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2 മാസം ഇല്ല. തീർച്ചയായിട്ടും കൗതുകകരമായ രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചർച്ച, ഇതുവരെയുള്ള ചർച്ച കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, സത്യത്തിൽ എനിക്കിപ്പോഴാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ഇത്തിരി ബഹുമാനം തോന്നുന്നു. അദ്ദേഹം ഈ ശബരിമല വിഷയത്തിൽ ആദ്യം മുതലേ എടുത്തൊരു നിലപാടുണ്ടല്ലോ. അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നു. അദ്ദേഹം ഇതുപോലെ 2 കൂട്ടർ ആണ് ഏറ്റവും വലിയ ടേൺ അടിച്ചിരിക്കുന്നത്. സമ്മർ സോൾട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സാധാരണ ഈ ചൈനീസ് ഡൈവർമാർ ഈ നീന്തൽക്കുളത്തിലേക്ക് വീഴുമ്പോൾ എത്ര തവണ അവർ വായുവിൽ മലക്കം മറിയും എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. നമ്മളെ അമ്പരപ്പിച്ച് കളയും. ആ രീതിയിലുള്ള ഒരു മലക്കം മറിച്ചിൽ, അതിന് സമാനമായ മലക്കം മറിച്ചിലാണ് ഇപ്പോൾ CPM-ൻ്റെ കാര്യത്തിലും NSSൻ്റെ കാര്യത്തിലും നമ്മൾ കാണുന്നത്. ഒരു വശത്ത് കേരളത്തിൽ ഈ ശബരിമല വിഷയം ഒരു വിഷയമാക്കി മാറ്റിയതും, കേരളം അന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ വർഗീയ അല്ലെങ്കിൽ ജാതീയ വിഭജനത്തിലേക്കും വലിയ പ്രക്ഷോഭങ്ങളിൽ കേരളത്തെ കൊണ്ടുവന്ന് എത്തിച്ചതിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കല്ലല്ലോ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് സർക്കാരിൻ്റെ ഒരു വലിയ നിലപാട്. യുവതീ പ്രവേശനത്തിലെ സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായി കേരള സർക്കാർ എടുത്ത അതിശക്തമായൊരു നിലപാട്. എന്ത് വില കൊടുത്തും ഞങ്ങൾ സുപ്രീം കോടതി വിധി അനുസരിക്കും. യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ കോതമംഗലം അടക്കമുള്ള പള്ളികൾ പിടിച്ചെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധി എത്ര കാലം നടപ്പാക്കാതെ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, ക്രമസമാധാന പ്രശ്നം തകർച്ചയുണ്ടാക്കും, അത് നടപ്പാക്കിയെടുക്കുക എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം മാറ്റിവെക്കാൻ മനസ്സ് കാണിച്ച കേരള സർക്കാർ ഈ യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് കൽപ്പന കല്ലേ പിളർക്കും. അത് മാറ്റാനോ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള വെള്ളം ചേർക്കാനോ പറ്റത്തില്ല. ആ കൽപ്പന അനുസരിച്ചേ മതിയാവൂ. ഞങ്ങൾ ഭരണഘടന അനുസരിച്ച് മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾ. കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല. ഈ ഫെഡറൽ സർക്കാരിൽ സുപ്രീം കോടതി വിധി അനുസരിച്ചേ തീരൂ എന്ന് പറഞ്ഞ് ആ യുവതികളെ പോലീസ് സംരക്ഷണത്തോടെ ശബരിമലയിൽ എത്തിക്കാൻ ശ്രമിച്ച ഈ സർക്കാർ അന്ന് അതിനെ ഏറ്റവും കൂടുതൽ ഈ ചാനലുകളിൽ വന്ന് ന്യായീകരിച്ച വ്യക്തിയാണ് ഇന്ന് ഈ ചർച്ചയിലിരിക്കുന്ന ശ്രീ അനിൽകുമാറൊക്കെ. അദ്ദേഹം ഇന്ന് എത്ര മനോഹരമായിട്ടാണ് സമ്മർ സോൾട്ട് അടിക്കുന്നത്. ഞങ്ങളങ്ങനെ ആചാരം സംരക്ഷിക്കാൻ, ആചാരത്തെ എതിർക്കുമെന്നോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും BJPയേക്കാൾ കോൺഗ്രസിനേക്കാൾ മറ്റേത് സംഘടനയേക്കാൾ കൂടുതൽ ശബരിമലയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കരുത്, യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിൽ ഉടനീളം നാമജപ ഘോഷയാത്ര നടത്തി ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾക്ക് വിധേയരായി 10,000-കണക്കിന് NSSകാർ, നായർ സമുദായ അംഗങ്ങൾ കേസിൽ ഇപ്പോഴും ഉൾപ്പെട്ട് കിടക്കുകയാണ്. അവരാണ് ഇപ്പോൾ കേരള സർക്കാർ എന്ത് പറയുന്നു, ഞങ്ങൾ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കും, അതിന് പ്രതിജ്ഞാബദ്ധമാണ്, ഞങ്ങൾ ആചാര സംരക്ഷണം അല്ലെങ്കിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ നവോത്ഥാന സദസ്സൊക്കെ സംഘടിപ്പിച്ചത്, നവോത്ഥാന മതിൽ തീർത്തത്? ഇപ്പോൾ അനിൽകുമാർ പറയുകയാണ് ഞങ്ങൾ മതിൽ തീർത്തത് ശബരിമലയിലല്ല തിരുവനന്തപുരത്തല്ലേ. എത്ര ബാലിശമായ വാദമാണ് അനിൽകുമാർ ഇതൊക്കെ. നിങ്ങൾ തിരുവനന്തപുരത്താണോ അല്ലെങ്കിൽ കോട്ടയത്താണോ പെരുന്നലാണോ മതിൽ തീർക്കുന്നതെന്നുള്ളതല്ല. നിങ്ങൾ എന്തിനു വേണ്ടി മതിൽ തീർത്തു, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി മതിൽ തീർത്തു, എന്ത് പറഞ്ഞുകൊണ്ട്, എന്താണ് കേരള സമൂഹത്തോട് പറഞ്ഞത്? ആചാരങ്ങൾ മാറ്റാനുള്ളത്. അപ്പം കുമാരനാശാനെയൊക്കെ നിങ്ങൾ അന്ന് എത്രയോ സമർത്ഥമായിട്ട് ഉദ്ധരിച്ചു, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും അത് നിങ്ങളെത്താൻ എന്നൊക്കെ പറയുന്ന ആ ഉദ്ധരണികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചാനൽ ചർച്ചകളിൽ നമ്മൾ ഉപയോഗിച്ചത്. ആ നിങ്ങളാണ് ഇന്ന്, ആ അനിൽകുമാറാണ്. അന്ന് എനിക്ക് കൊതിയായിട്ടുണ്ട് അനിൽകുമാറിൻ്റെ വാദങ്ങൾ കേട്ട് ആ വിഷയത്തിൽ. ആ അനിൽകുമാർ ഇന്ന് അതേ വിഷയത്തിൽ എത്രമാത്രം സമർത്ഥമായിട്ടാണ് ഇങ്ങനെ ടേൺ അടിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയും മാറാൻ പറ്റുമോ? ഇങ്ങനെയും സ്വയം പിണറായി വിജയൻ അതെ
എങ്ങനെ ഇത് സാധിക്കുന്നു? ഈ ജനം അത്രമേൽ വിഡ്ഢികളാണോ? ഇപ്പം സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകാം. അതൊരു സാമുദായിക സംഘടനയാണ്. ആ സംഘടനയ്ക്ക് കാലാകാലങ്ങളിൽ ഭരണത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും. പക്ഷേ CPM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലപാടില്ലേ? ആ നിലപാട് ഇങ്ങനെ സൗകര്യം പോലെ മാറ്റി സൗകര്യം പോലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കൊള്ളുന്നതാണോ അനിൽകുമാർ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സമൂഹത്തെ വിഡ്ഢികളാക്കാൻ പാടുണ്ടോ? വളരെ സ്പെസിഫിക് ആയ നിലപാടെടുത്താൽ ഒരു നിലപാടെടുത്താൽ നിലപാടിൻ്റെ ഒരു ഉറപ്പ് വേണ്ടേ? ആ ഉറപ്പില്ലായ്മയിൽ 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലേക്ക് CPM മാറുന്നത് വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. Debate with Dr. Arun Kumar.